ഹലോ, നീ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിന്റെ വീട് വരെ പോവാ അപ്പച്ചാ. എടാ, നീ എന്റെ ATM കാർഡ് എടുത്തു. ATM കാർഡോ? ഞാനും ഏയ് അപ്പച്ചന്റെ കാർഡ് നീ എടുത്തോ? സത്യം പറയണം. ഞാൻ എന്തിന് കാർഡ് എടുക്കണം? മമ്മി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യം അപ്പച്ചന്റെ ATM കാർഡിൽ നിന്ന് ആരോ 20,000 രൂപ എടുത്തെന്നാ. 20,000 രൂപയോ? ആര്? എപ്പോ? എന്നിട്ട് ഉരുണ്ട് കളിക്കല്ലേ. അപ്പച്ചൻ പറഞ്ഞല്ലോ അതിന്റെ പിൻ നമ്പർ നിനക്ക് അറിയാന്ന്. അയ്യോ മമ്മി, എന്റെ ഡെയിലി ചേരാനുള്ള 200 രൂപ വീട്ടിൽ നിന്ന് തന്നെ തരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ എടുക്കണം? പോലീസിൽ അറിയിച്ചോ? പോലീസിലൊക്കെ അറിയിച്ചു. ഒരു കാര്യം അറിഞ്ഞാ മതി, അവര് പിടിക്കാൻ പോകുന്ന കള്ളൻ നീയാണോന്ന്. അതാ ആദ്യമേ അങ്ങോട്ട് വിളിച്ചേ. ഈ മമ്മി എന്താ ഒരു വിശ്വാസമില്ലാത്ത പോലെ. ഇത് ചെയ്തവൻ ആരാണേലും കൊണ്ടോരടങ്ങി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അവനൊന്നും അല്ല, പാവം ചെറുക്കൻ. നിങ്ങൾ വെറുതെ അവനെ കാര്യമില്ലാതെ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ അവന്റെ അറിവോടെ വേറെ ആരും. അറിഞ്ഞുകൊണ്ട് എനിക്കിട്ട് വെച്ചതാ. ഹലോ, ആളെ കിട്ടിയോ? എന്നാ ഞാൻ സ്റ്റേഷനിലോട്ട് വരാം. വേറെ ഒറ്റ മണിക്കൂറുണ്ടല്ലേ ഞാൻ യവനെ പൊക്കിയത്. നമ്മളെടുത്താണ് യവന്റെ ഒക്കെ വേലത്തരങ്ങൾ. എന്റെ മോന്താലി, അവന്റെ ഒരു ടൈ കാട്ട് എന്റെ ബാഗിനകത്ത് ഒന്നുമില്ല സാർ. നോക്കണം, നീ കഥകളി പഠിച്ചിട്ടുണ്ടാടാ? പറ്റിയൊരു മുതല് പണ്ടോ അറിയാൻ വേണ്ടതാ. അയ്യോ, ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ. കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് കണ്ടില്ല. സോറി, ഞാനും ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല. നിങ്ങൾ ആരാ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു ഉപകാരം ചെയ്യും. യെസ് ഷുവർ, ടെൽ മീ. നമുക്കൊക്കെ ജീവിതത്തിൽ ഉപകാരം ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരമല്ലേ? ടെൽ മീ, നോ പ്രോബ്ലം. ഇതെന്റെ ATM കാർഡാ. ഓക്കെ. ഇതിനകത്തുനിന്ന് ഒരു 20,000 രൂപ. 20,000 rupees. പിൻ നമ്പർ അതിനകത്തുണ്ട്. ഷുവർ, ഡോണ്ട് വറി. അതൊക്കെ ഞാൻ ഏറ്റു. മോനോട് വെയിറ്റ് ചെയ്യേ, ഇപ്പൊ ശരിയാക്കി തരാം. ഇത് മോന്റെ 20,000 രൂപ. ഇത് മോന്റെ റെസിപ്റ്റ്. ഇത് മോന്റെ ATM കാർഡ്. ഓക്കെ. വളരെ ഉപകാരം സാർ. സാറോ? നോ, ഏട്ടൻ. ഒരു ഏട്ടനാണെന്ന് കരുതിയാ മതി. ഒരു ദിവസം ഒരു ഉപകാരം, അതാണ് എന്റെ ലക്ഷ്യം. ഇന്ന് മോൻ, നാളെ മറ്റൊരാൾ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഗ്രേറ്റ് സർ. നോ, ഏട്ടൻ. ഏട്ടന്റെ പേര്? എന്റെ പേര് ജാക്കി. അപ്പൊ ജോലിയോ? ജോക്കി, റേഡിയോ ജോക്കി. അപ്പൊ ഞാൻ പോട്ടെ മോനെ. ടേക്ക് കെയർ. ഈ ഉപകാരം ഏട്ടൻ ഒരിക്കലും മറക്കില്ല. എന്തൊരു പുണ്യാളാടാ ഇവൻ. ഈ സീനൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടു മടുത്തേക്കനാണ്. വല്ല അനഗ്രഹജീവിയായിരിക്കും. എന്താ നോക്കണത്? യവൻ കള്ളനാണെങ്കിലും ആളൊരു മണ്ടനാന്ന് കേട്ടാ. അല്ലെങ്കിൽ വേറൊരാളുടെ കാർഡിൽ നിന്ന് പണം അടിച്ച് മാറ്റുമ്പോ യവനൊരു ഹെൽമെറ്റ് എങ്കിലും എടുത്ത് തള്ളി വെച്ചൂടെ? ക്യാമറയും കോപ്പും ഒക്കെ അകത്തുണ്ടെന്ന് ഇപ്പോഴത്തെ പീക്കരി പിള്ളേരൊക്കെ വരെ അറിഞ്ഞൂടെ സാറേ? ഞാൻ പറയുന്നത് സത്യമാണ് സാർ. അയാൾ ഒരു കണ്ണുപൊട്ടനായാണ് വന്നത്. ATM-ൽ നിന്ന് കാശെടുക്കാൻ കാർഡും തന്നു. അവനൊരു കള്ളനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് നിങ്ങൾ ആ പണം എന്ത് ചെയ്തു? സാറേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, സാറിന്റെ അക്കൗണ്ടിൽ 20,000 രൂപയേ ഉള്ളൂ. സാറിന്റെ നിലയും വിലയും വെച്ച് എന്തായാലും അതിൽ കൂടുതൽ കാണില്ലേ? മോഷ്ടിക്കാനായിരുന്നെങ്കിൽ എനിക്കത് മുഴുവൻ എടുത്തുകൂടായിരുന്നോ? ഒരു ദിവസം കാശ് വലിക്കണേന് ഒരു കണക്കില്ലടാ. കള്ളൻ ഞാൻ പറയിപ്പിക്കാം സാറേ. ഇപ്പൊ അപ്പച്ചാ, എന്നാ ഇയാള് പറയുന്നത് സത്യമാണെന്നാ എനിക്കും തോന്നുന്നു. ആരെങ്കിലും ഈ പാതിരി ചീറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനത്തെ തരികിടകളൊക്കെ ഒരുപാട് ഈ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ 20,000? പിന്നെ അപ്പച്ചൻ അതൊക്കെ വലിയ തുകയാണ്. വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? എടാ കൊച്ച, ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ തുകയാണ് കേട്ടോ. ചുമ്മാ കേസാക്കി പിന്നെ അതിന്റെ പിന്നാലെ തൂങ്ങി പുലിവാലി പിടിച്ച പണി അപ്പച്ച. അപ്പച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞു വിടോ ഇയാളെ. എനിക്ക് കേസൊന്നുമില്ല. അയ്യോ സാറേ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. മതി. ഇത്രയും താങ്ക് യു ഒക്കെ മതി. ഇതിൽ കൂടുതലൊന്നും ജെർമിയ സാറിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. ഇവനെ വിളിച്ചോണ്ട് ഇവന്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിച്ചു വെച്ചിട്ട് വിട്ടാ അത് കേട്ടാ. ശരി, എന്നെ നാളെ കാണാനുള്ളതാണ്. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഐ എം ജാക്കി. നേരത്തെ നീ വേറെന്തര പേരല്ലേടാ പറഞ്ഞ? ജനാർദ്ദനൻ. സ്കൂളിലിട്ട പേരാണ് സാർ. സ്കൂളിൽ പഠിച്ച പേരെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? അവൻ ഫ്രോഡാണ്. താനൊന്ന് പോടൂ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ.
മോനാണ് എന്നെ മനസ്സിലാക്കിയത്. മോൻ മാത്രം. മോന്റെ മനസ്സിൽ നന്മയുണ്ട്. സർ, യു ആർ റിയലി വെരി ലക്കി. ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ സാറിന് അഭിമാനിക്കാം. ബി പ്രൗഡ് ഓഫ് യുവർ സർ. ഒന്ന് ഇറങ്ങി താങ്ക് പോടോ. യു സർ. ഒത്തിരി ഇറങ്ങി പോടെ നിന്ന് ചവിട്ടിട്ടിരിക്കാൻ. എല്ലാവരോടും താങ്ക് യു സർ. താങ്ക് യു സർ. റൈറ്റ് സർ. താങ്ക് യു. ഇനി ഒന്ന് അടിച്ചിനെ ചവിക്കല്ലാതിരിക്കും. ഇറങ്ങി പോടാ. ശരി സർ. താങ്ക് യു സർ. എബി മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം, മനസ്സിൽ ഇഷ്ടം വെച്ച് തന്നെയാ ഇങ്ങനെ പെരുമാറണേന്ന്. നിനക്കൊരു പണിയൊന്നുമില്ല വെച്ചേ. ഇറങ്ങിക്കോളൂ ഓരോന്ന്. എന്നാ വാ, ഇപ്പൊ തന്നെ പോയി കല്യാണം കഴിക്കാം. ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യാം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാം. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത്. എനിക്കിനൊന്നും നേരമില്ല, മനസ്സിലായോ? ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കിട്ടും. പക്ഷെ നിന്നെ അല്ല, നിന്നെക്കാളും നല്ല വേറൊരുത്തിയ. ആ പ്രിയ, അമ്മ വിളിച്ചു പറഞ്ഞാൽ മതി. നീ കോളേജ് നേരെ വീട്ടിലേക്ക് പോക്കോ. ആ ഞാൻ മേടിച്ചോണ്ട് വന്നോളാന്ന്. ആ ഓക്കെ ഡി. ആ അച്ഛൻ താങ്ക് യു, താങ്ക് യു. എന്തോടത്? ഇവനുള്ള ഫുഡാ. ഇവനെ എപ്പോഴും ഇങ്ങനെ കഴിപ്പിക്കാതെ വല്ലപ്പോഴും ഒന്ന് കുടിപ്പിക്കടേ. ബാക്കിയുള്ളവർക്കൊരു കമ്പനിയിൽ കിട്ടൂലോ. പാലുകളൊക്കെ ഇപ്പൊ ഇങ്ങ് എത്തുവോ? എവിടെ? ഓ എന്നാ ശരി, പോയേക്കാം. നീ വേറെ ആർക്കും കൂടെ കിടക്കണ്ടല്ലോ. നമുക്കൊരെണ്ണം തരുമോ? ഇതുമില്ല. ഇപ്പൊ നീ കൊച്ചി പോയിട്ടെന്തായി? ഇപ്രാവശ്യം വല്ല നടക്കോ? ഇപ്രാവശ്യം ചിലപ്പോൾ നടന്നേക്കും. നടക്കോ? ആരാ പ്രൊഡ്യൂസർ? കൺഫേം ആയിട്ടില്ല. ഡയറക്ടർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. യോപ്പിയിലാവാൻ സാധ്യത. ആഹാ, അപ്പൊ നിന്റെ പടത്തിന് ഒരു മോർണിംഗ് ഷോ ആയിരിക്കില്ലേ? പിന്നെന്താ ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെയോ? കള്ളുടി ആ കള്ളുടി കള്ളുടി. ആരോടും? ഓ രശ്മി, ഇവളെ കൊണ്ട് മടുത്ത് ശല്യം. ഓ എന്തോരം സൈക്കിളാ. അവൻ ട്യൂബ് തോന്നാണോ അല്ലേ? നിന്റെ ചെറുക്കൻ കണ്ട് 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 എന്തു പറ്റി? കുറെ നാളായിട്ട് അനക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു നാട് വിട്ടെന്ന്. സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് മാത്രമേ കാർഡുള്ളൂ. എന്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്. എല്ലാവരും വരണം. ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ, നന്നായി. ആരെങ്കിലും കെട്ടി കുടുംബമൊക്കെ ആയി ഹാപ്പി ആയിട്ട് ജീവിക്കും. ഞാൻ പോകുന്നു. പോട്ടെ പോട്ടെ പോട്ടെ. എന്താണ്? രശ്മി